ഐക്യ അറബ് നാടുകൾ ഇന്ന് 45ാം ദേശീയദിനം ആഘോഷിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ അറേബ്യൻ സ്റ്റോറീസിനും ഇന്നൊരു സന്തോഷ ദിനമാണ്. കാരണം അറേബ്യൻ സ്റ്റോറീസ് 100 എപ്പിസോഡുകൾ ഇന്ന് പിന്നിടുന്നു. കഴിഞ്ഞ 99 എപ്പിസോഡുകളിലും UAE-ക്കാരുടെ മാത്രമല്ല ഗൾഫ് നാടുകളുടെ മുഴുവൻ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അറേബ്യൻ സ്റ്റോറീസിന് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാനും ക്യാമറമാനും എഡിറ്ററുമായ ജോബിൻ ഇഗ്നീഷ്യസും നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 99 എപ്പിസോഡുകളിൽ പല അപരിചിത മുഖങ്ങളെയും പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പല സംഭവങ്ങളും നിങ്ങൾ അറിയാതെ പോയപ്പോൾ ഞങ്ങൾ അത് നിങ്ങളുടെ മുൻപിൽ വെച്ചു. അങ്ങനെ ഒട്ടനവധി നല്ല മുഹൂർത്തങ്ങൾക്കും മോശം അനുഭവങ്ങൾക്കും അറേബ്യൻ സ്റ്റോറീസ് സാക്ഷിയായിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം യമനിൽ യുദ്ധമായിരുന്നു. ആ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഏക ഇന്ത്യൻ ചാനൽ കൂടിയായിരുന്നു മാതൃഭൂമി ന്യൂസ്. ഒട്ടേറെ സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ 99 എപ്പിസോഡുകൾ പിന്നിട്ട് ഇന്ന് 100ാം എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ 3 കഥകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിൻ്റെ 100ാം അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഐക്യ അറബ് നാടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഫുജേറയും ഷാർജയും അജ്മാനും റാസൽ ഖൈമയും ദുബായും അബുദാബിയും ഒക്കെ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് വെവ്വേറെ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവയൊക്കെയും. ഐക്യ അറബ് നാടുകളിലെ ആദിമ മനുഷ്യരെ ബദുക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. റാസൽ ഖൈമയിൽ ഇപ്പോൾ പോയാൽ ഈ ബദുക്കൾ താമസിച്ചിരുന്ന ഇടവും അവരുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. 2 ബദുവിനികൾ മാതൃഭൂമി ന്യൂസിന് വേണ്ടി പഴയകാല ചരിത്രം നമുക്ക് വിവരിച്ചു തരികയാണ്. നമുക്ക് പോകാം റാസൽ ഖൈമയിലെ വാദി ഷാബിലേക്ക്. ഐക്യ അറബ് നാടുകളിലെ ആദിമ മനുഷ്യരെയാണ് ബദുക്കൾ എന്ന് പറയുന്നത്. റാസൽ ഖൈമ, അജ്മാൻ, ഫുജൈറ തുടങ്ങിയ എമിറേറ്റുകളിൽ അധികം പുറം ലോകവുമായി ബന്ധപ്പെടാത്ത കടുകട്ടിയായ അറബി മാത്രം സംസാരിക്കുന്ന അനേകം ബദുക്കൾ ഇപ്പോഴുമുണ്ട്. 70 വർഷം മുൻപ് വരെ ഇത്തരം ആളുകൾ പരമ്പരാഗതമായ ജീവിത ശൈലികൾക്ക് ഉടമകളായിരുന്നു. نتجمع وهذا يخمي معنا شيء. ها هذا واحد هذا يحرس ويجي واحد وهذا بوطل معه وهذا بوطل هذا كام هذا بوطل يسوي لنا مصايب وقوي ولا هم مسويين نبان نصب له هذا. പാറക്കല്ലുകളും തടികളും മണ്ണും കൊണ്ട് തീർത്ത വീടുകളിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിനായി ഗോതമ്പും ചോളവും ഇവർ വീട്ടുമുറ്റത്ത് വളർത്തി. മഴവെള്ളം ശേഖരിച്ച് കൃഷി നടത്തി. ആടുകളെ മേച്ചു നടന്നു. പഴയ താമസ സ്ഥലങ്ങളുടെ ശേഷിപ്പുകളുള്ള UAE-യുടെയും ഒമാന്റെയും അതിർത്തി പ്രദേശമായ റാസൽ ഖൈമയിലെ വാദി ഷാമിലേക്ക് പോയാൽ ഇത് ഏറെക്കുറെ മനസ്സിലാകും. ഇവിടുത്തെ ആളുകളുടെ പ്രകൃതം എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല സ്നേഹമുള്ളവരും, അതുപോലെ കൃഷിയും ഈ ആടിനെ വളർത്തൽ, കൃഷി, പിന്നെ ഫിഷിങ്, അങ്ങനെയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പിന്നെ കൂടുതൽ പേർക്കും ജോബ് ഉള്ളവരുണ്ട്, അബുദാബിയിലൊക്കെ ജോബ് ഉള്ളവരുണ്ട്. പിന്നെ പഴയ ആൾക്കാരെല്ലാം ഇവിടെ കൃഷിയായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. വാദി എന്ന അറബി വാക്കിനർത്ഥം താഴ്വര എന്നാണ്. മടക്കുമലകളാൽ വേലി തീർത്തിരിക്കുന്ന ഈ അതിർത്തി പ്രദേശം കസബിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു പോണം. വാദി ഷാം ഒരു ഗ്രാമമാണ്. കേരളത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ പോയ പ്രതീതിയാണ് വാദി ഷാം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. മടക്കുമലകൾക്ക് താഴെ വിവിധയിടങ്ങളിൽ
പഴമയുടെ പ്രതീകമായ കല്ലുവീടുകൾ കാണാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അകത്ത് അത്യാവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. കല്ലുകളിൽ ഭംഗിയായി തീർത്ത സാധനങ്ങൾ വെക്കാനുള്ള തട്ടുകളും വീടിന് പുറത്ത് പുല്ലും ആയുധങ്ങളും സൂക്ഷിക്കാനുള്ള പ്രത്യേക അറകളും കാണാം. കൂട്ടമായാണ് ബദുക്കൾ പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. ചെറിയ വീടുകൾക്ക് സമീപം നിസ്കരിക്കാനുള്ള പള്ളിയും ഇവർ തീർത്തിരുന്നു. ചൂടുകാലത്ത് കല്ലുപള്ളിക്ക് പുറത്താണ് പ്രാർത്ഥനകൾ. തണുപ്പുകാലത്തിനായി പള്ളികളിൽ കയറും. ഈ പള്ളികളിൽ നിസ്കരിച്ചിട്ടുള്ള, ഈ വീടുകളിൽ അന്തിയുറങ്ങിയിട്ടുള്ള കാരണവ ബദുക്കളാണ് ഞങ്ങളെ വഴി നടത്തിയത്. കയ്യിൽ അഗ്രം വളഞ്ഞിരിക്കുന്ന ചൂരലോ വടിയുടെ അറ്റത്ത് ചെറിയ അലങ്കാരപ്പണിയുള്ള ചെറു കോടാലിയോ അരയിൽ ചെറിയ കത്തിയോ ഇവർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. സ്വയരക്ഷയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയാണ് പലപ്പോഴും ഇത്. വാദി ഷാം ഇടയ്ക്കിടെ മഴ കിട്ടുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പെയ്ത്ത് വെള്ളം തടയണയിൽ തടഞ്ഞാണ് ഇവർ ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്നത്. കിണർ കുത്തി കുടിക്കാനും ഇവർ വെള്ളം കണ്ടെത്തി. പണ്ടുകാലത്ത് ഗോതമ്പും അരിയും ചോളവുമൊക്കെ പൊടിക്കാൻ പാറയിൽ ഓട്ടയുണ്ടാക്കി ഇടിച്ചു പൊടിയാക്കുന്നതും ഇവർ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അതിരാവിലെ എഴുന്നേറ്റ് പണികൾ ചെയ്ത് വൈകുന്നേരത്തോടെ ഉറക്കത്തിലേക്ക് പോകുന്ന പ്രകൃതമായിരുന്നു ബദുക്കൾക്ക്. വിദ്യാഭ്യാസം തീരെയില്ലായിരുന്നു. പക്ഷേ ഇവരുടെ അനുഭവ സമ്പത്തിൽ നിന്നാണ് ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന അറബ് രാജ്യം ഉയർത്തെഴുന്നേറ്റത്. ഇപ്പോഴും മഴവെള്ളം തുള്ളി പോലും ചോരാതെ തടയിണയിൽ പിടിച്ചെടുത്താണ് ഇവർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പഴയ കാരണവന്മാരിൽ പലരും പുത്തൻ മേച്ചിൽപ്പുറത്തേക്ക് കിടക്ക മാറ്റിയെങ്കിലും പഴമയെ പുണർന്നാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. ഗോതമ്പ് കൃഷി വ്യാപകമായുണ്ട്. വിളവിന് വെള്ളം അധികം വേണ്ടാത്ത ധാന്യമായതിനാൽ ഗോതമ്പും ചോളവും ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നു. ഒമാന്റെ അതിർത്തി പ്രദേശമായതിനാൽ നിരീക്ഷണ ക്യാമറകളാൽ ചുറ്റപ്പെട്ട് അതിർത്തി സുരക്ഷാ പട്ടാളത്തിന്റെ മേൽനോട്ടത്തിലാണ് വാദി ഷാമിലെ ജീവിതം. ക്യാമറയ്ക്ക് സമീപത്തുകൂടി മൃഗമോ വാഹനമോ പോയാൽ അതിനെ വലം വെച്ച് നിരീക്ഷിക്കുന്ന സെൻസറുകളുള്ള കൂറ്റൻ ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ക്യാമറയുമായി ഞങ്ങൾ എത്തിയത് ഇവിടുത്തെ പ്രമുഖരായ അറബികൾക്കൊപ്പമായിരുന്നു. കാഴ്ചകൾ കാണാനും കുടുംബത്തോടൊപ്പം സഞ്ചരിക്കാനും ഇവിടെ യാതൊരു നിയന്ത്രണങ്ങളും പക്ഷേ ഏർപ്പെടുത്തിയിട്ടില്ല. ദൂരക്കാഴ്ചയിൽ പിരമിഡുകൾ പോലെ തോന്നിക്കുന്ന പാറക്കൂട്ടങ്ങൾ വാദി ഷാമിന്റെ ഭംഗി ഇരട്ടിപ്പിക്കുന്നു. കല്യാണങ്ങൾ വധുക്കൾക്ക് വലിയ ആഘോഷാവസരമാണ്. തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ പൊട്ടിച്ചും പരമ്പരാഗത നൃത്തവും പാട്ടുമൊക്കെയായാണ് ആഘോഷങ്ങൾ കൊഴുപ്പിക്കുന്നത്. പഴയ പാട്ടുകൾ പുതുതലമുറയ്ക്ക് ഇവർ പകർന്നു നൽകുന്നു.
ودور سبحان من عندك. ദുബായിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരമേയുള്ളൂ പ്രകൃതിയുടെ നല്ല കാഴ്ചകളുള്ള വാദി ഷാമിലേക്ക്. ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനി മടിക്കേണ്ട, പോന്നോളൂ.